Hi friends, welcome to my channel. Today I am going to discuss regarding OET reading part C. Let's start. ഇത് നമുക്ക് റീഡിംഗ് പാർട്ട് സിയിലെ ഇംപ്ലേ അല്ലെങ്കിൽ ഇൻഫർ എന്ന ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഈ ഇംപ്ലേ അല്ലെങ്കിൽ ഇൻഫർ എന്ന് വെച്ചാൽ ഇത് രണ്ടും ഒന്നാണോ എന്ന്. ഒരർത്ഥത്തിൽ ഇത് രണ്ടും ഒന്നാണ്, എന്നാൽ ഇതിൽ ഒരു ചെറിയ ഡിഫറൻസും ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇംപ്ലേ എന്ന് വെച്ചാൽ ടു സേ ഓർ സജസ്റ്റ് സംതിങ് ഇൻ ആൻ ഇൻഡയറക്റ്റ് വേ. ഒന്നുകൂടെ പറയാം, ടു സേ ഓർ സജസ്റ്റ് സംതിങ് ഇൻ ആൻ ഇൻഡയറക്റ്റ് വേ എന്നുള്ളതാണ് ഇംപ്ലേ എന്ന് വെച്ചാൽ. അതായത് ഇപ്പോൾ റൈറ്റർക്ക് പറയാനുള്ള ഒരു കാര്യം അത് ഇൻഡയറക്റ്റായിട്ട് നമ്മുടെ പാസേജിൽ കൊടുത്തിരിക്കും. അതിനെ നമ്മൾ കൺക്ലൂഡ് ചെയ്ത് എടുക്കണം. അതാണ് ഇംപ്ലേ എന്ന് പറയുന്നത്. നമുക്ക് ഇംപ്ലേ എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒരിക്കലും ഡയറക്റ്റായിട്ട് നമ്മുടെ പാരഗ്രാഫിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. അതൊരു ഇൻഡയറക്റ്റ് വേയിലായിരിക്കും റൈറ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇംപ്ലേ എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ആരും ഡയറക്റ്റായിട്ട് പോയി പാസേജിൽ തപ്പിയാൽ കിട്ടില്ല. ഇനി ഇൻഫർ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ ടു സപ്പോസ് ഓർ കം ടു എ കൺക്ലൂഷൻ ബേസ്ഡ് ഓൺ ആൻ ഇൻഡയറക്റ്റ് സജഷൻസ് ഓർ ആക്ഷൻ. അപ്പം റൈറ്റർ ഒരു കാര്യം ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞല്ലോ, ആ പറഞ്ഞ ഒരു കാര്യത്തിനെ നമ്മൾ കൺക്ലൂഡ് ചെയ്ത്, അതായത് റീഡർ കൺക്ലൂഡ് ചെയ്ത് എടുക്കുന്നതിനെയാണ്, കൺക്ലൂഡ് ചെയ്ത് അതിൻ്റെ ഒരു നട്ഷലായിട്ട് നമ്മൾ ആ കാര്യം പറഞ്ഞതിനെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് ഇൻഫർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും ഒരു കാര്യം തന്നെയാണ്. ഇംപ്ലേ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാലും ഇൻഫർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാലും അത് ഒന്ന് തന്നെയാണ്, അല്ലേ? റൈറ്റർ ഇൻഡയറക്റ്റായിട്ട് പറയുമ്പോൾ അതിന് ചോദിച്ചാൽ അത് ഇംപ്ലേ എന്നും, റീഡർ അതിനെ കൺക്ലൂഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആശയം രണ്ടും മാറുന്നില്ല, ആശയം രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ ഒരു വേർഡിൻ്റെ മീനിങ് വരുമ്പോൾ ഈ ഒരു വ്യത്യാസമുണ്ട്. ഇംപ്ലേ എന്ന് പറയുമ്പോൾ റൈറ്റർ ഇൻഡയറക്റ്റായിട്ട് പറയുന്നതും, ഇൻഫർ എന്ന് പറയുമ്പോൾ ആ ഇൻഡയറക്റ്റായിട്ടുള്ള കാര്യത്തെ റീഡർ കൺക്ലൂഡ് ചെയ്തെടുക്കുന്നതിനെയാണ് ഇൻഫർ എന്ന് പറയുന്നത്. അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഇൻ പാരഗ്രാഫ് 4 ഇംപ്ലൈസ് ദാറ്റ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇംപ്ലൈസ് ആണ്. അപ്പം ഇൻഫർമേഷൻ ഇൻ പാരഗ്രാഫ് 4 ഇംപ്ലൈസ് ദാറ്റ്. നമുക്കിനി പാരഗ്രാഫിലോട്ട് പോകാം. പാരഗ്രാഫ് 4ൽ എന്താണ് ഇംപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു പാരഗ്രാഫായിട്ട് മാത്രം എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പ്രീവിയസ് പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞിരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതേസമയം സാധാരണഗതിയിൽ നമ്മളിപ്പം എക്സാമിന് അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു പാരഗ്രാഫ് ഒരു മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് മുകളിലുള്ളത് വായിച്ച് താഴോട്ട് പോകുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം അതിന് മുകളിൽ, അതായത് 1, 2, 3 പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞതെന്ന് നമുക്കറിയാം നാലാമത്തെ പാരഗ്രാഫ് നമ്മൾ വായിക്കാനായിട്ട് പോകുമ്പോൾ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ചെന്ന് നാലാമത്തെ പാരഗ്രാഫിലോട്ട് നോക്കുകയാണ്. അപ്പം 1, 2, 3 എന്താണ് പറഞ്ഞിരുന്നതെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അപ്പം നമുക്കതിനൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ 3rd പാരഗ്രാഫിൻ്റെ മുകളിലത്തെ സെൻറ്റൻസ് കൂടെ ഒന്ന് വായിക്കുന്നു, ഏറ്റവും ലാസ്റ്റ് സെൻറ്റൻസ് കൂടെ ഒന്ന് വായിക്കുന്നു, എന്താണ് പ്രീവിയസ് പാരഗ്രാഫിൽ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. ഇവിടെ ഇപ്പം നമ്മൾ വായിക്കുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഓൺ ആവറേജ് സമ്മൺ വിത്ത് ഇൻഫ്ലുവൻസ ഇൻഫെക്ട്സ് അപ് ടു 2 ഓഫ് ദ പീപ്പിൾ ദേ കം ഇൻ ടു കോൺടാക്റ്റ് വിത്ത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഒരു കണക്ക് പറയുകയാണ്. അതായത് ഒരാൾക്ക് ഇൻഫ്ലുവൻസ ഇൻഫെക്ഷൻ ഉണ്ടായി, അയാളോട് 2 പേര് അയാളുമായിട്ട് കോണ്ടാക്റ്റിലും വന്നു. അതിൽ കോണ്ടാക്റ്റിൽ വന്നു. ഇഫ് വൺ ഓഫ് ദോസ് ഇൻഡിവിജ്വൽ വാസ് ഓൾറെഡി ഫുള്ളി പ്രൊട്ടക്റ്റഡ് ബൈ വാക്സിനേഷൻ. അതിലൊരാളെന്ന് പറയുന്നത് ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ്, വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഫ്ലുവൻസയ്ക്ക് എതിരായിട്ടുള്ള വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്, അയാൾ ഫുള്ളി പ്രൊട്ടക്റ്റഡുമാണ്. ദെൻ ഓൺലി വൺ ഓഫ് ദം കുഡ് ക്യാച്ച് ദ ഫ്ലൂ. അങ്ങനെ വരുമ്പോൾ ആ എടുക്കാത്ത ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും ഈ ഫ്ലൂ ഉണ്ടാവുക എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരാൾക്ക് ഇൻഫ്ലുവൻസ ഇൻഫെക്ഷൻ ഉണ്ടായി, അയാളുമായിട്ട് 2 പേർ കോണ്ടാക്റ്റ് വന്ന് ആ കോണ്ടാക്റ്റിൽ വന്ന ഒരാളെന്ന് പറയുന്നത് വാക്സിനേഷൻ എടുത്ത് കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആണ്. അങ്ങനെ വരുമ്പോൾ ആ ഇൻഫ്ലുവൻസ ഉണ്ടാകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ആ വാക്സിനേഷൻ എടുക്കാത്ത ഒരാൾക്കാണ്.
By immunizing half of the population, we could stop the flu in its tracks. പിന്നീട് പറഞ്ഞ എന്താണ്, ഈ അതായത് ഒരു പോപ്പുലേഷൻ്റെ, അതായത് ഇപ്പോൾ ഒരു 100 പേരുണ്ടെങ്കിൽ ഒരു ഹാഫ്, അതായത് 50 പേരെയൊക്കെ നമ്മൾ ഇമ്മ്യൂണൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലൂ എന്ന അസുഖത്തെ നമുക്ക് അതിൻ്റെ ട്രാക്കിൽ വെച്ച് തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. ഹാഫ് ഓഫ് ദ പീപ്പിളിനെ, അതായത് ഒരു പോപ്പുലേഷൻ്റെ ഹാഫ് ഓഫ് ദ പീപ്പിളിനെ നമ്മൾ ഇമ്മ്യൂണൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലൂ ഔട്ട് ബ്രേക്ക് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ 4th പാരഗ്രാഫിലോട്ട് വരികയാണ്. 4th പാരഗ്രാഫ് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഓൺ ദ അതർ ഹാൻഡ്, എ പേഴ്സൺ വിത്ത് ചിക്കൻ ബോക്സ് മൈറ്റ് ഇൻഫെക്റ്റ് 5 to 10 പീപ്പിൾ ഇഫ് എവരി വൺ വെയർ സസെപ്റ്റബിൾ. അപ്പോൾ ഈ ഓൺ ദ അതർ ഹാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? നേരെ മറിച്ച്, അതെന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാസ്റ്റ് കണക്ടറാണ്. അപ്പം നമ്മൾ ഈ ഹൗ എവർ ബട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഓൺ ദ അതർ ഹാൻഡ്, അപ്പം നേരെ മറിച്ച്. അപ്പം നമ്മൾ ഇവിടെ നേരെ മറിച്ച് എന്നും പറഞ്ഞ് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പ്രീവിയസ് സെൻറ്റൻസ് എന്താണ്, അത് എന്തിനെക്കുറിച്ചാണ് പ്രീവിയസ് പറഞ്ഞത് എന്നറിയില്ലെങ്കിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടത്തില്ല, ഇല്ലേ? ഇപ്പോൾ നേരെ മറിച്ച് ഇത് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇതിന് വേറെ എന്ത് കാര്യമാണ്, ഇതിന് മുന്നേ എന്ത് കാര്യമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലല്ലേ നമുക്ക് അതിനൊരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രീവിയസ് പാരഗ്രാഫിലെ ലാസ്റ്റ് സെൻറ്റൻസ് കൂടെ ഒന്ന് വായിച്ചത്. അപ്പം നമുക്ക് പ്രീവിയസ് പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ. ഫ്ലൂവിനെ പറ്റിയാണ് അവിടെ പറഞ്ഞത്. ഫ്ലൂവിൽ ഹാഫ് ഓഫ് ദ പീപ്പിൾ ഇമ്മ്യൂണൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഔട്ട് ബ്രേക്ക് പ്രിവെൻറ്റ് ചെയ്യാം എന്നാണ് പ്രീവിയസ് പാരഗ്രാഫിൽ പറഞ്ഞത്. ഇനി അത് പറഞ്ഞിട്ട് 4th പാരഗ്രാഫിൽ പറയുകയാണ്, ഓൺ ദ അതർ ഹാൻഡ്, നേരെ മറിച്ച്, എ പേഴ്സൺ വിത്ത് ചിക്കൻ ബോക്സ് മൈറ്റ് ഇൻഫെക്റ്റ് 5 to 10 പീപ്പിൾ ഇഫ് എവരി വൺ വെയർ സസെപ്റ്റബിൾ. അതായത് നേരെ മറിച്ച് ഈ ചിക്കൻ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു സസെപ്റ്റബിൾ പീപ്പിൾ എവരി വൺ വെയർ സസെപ്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചിക്കൻ ബോക്സ് ഉണ്ടാവാനുള്ള ഇതെന്ന് പറഞ്ഞാൽ 5 to 10 പീപ്പിളിന് ഈ ചിക്കൻ ബോക്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദിസ് എഫക്റ്റീവ്ലി മീൻസ് ദാറ്റ്, ഇതെന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ, വി നീഡ് ടു വാക്സിനേറ്റ് അറൗണ്ട് 9 out of every 10 പീപ്പിൾ ടു പ്രിവെൻറ്റ് ഔട്ട് ബ്രേക്സ് ഫ്രം ഒക്കറിങ്. അപ്പോൾ ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ, അതായത് 10 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ 9 പേരെയും ഇമ്മ്യൂണൈസ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചിക്കൻ ബോക്സിൻ്റെ ഔട്ട് ബ്രേക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റൂ എന്നാണ് പറഞ്ഞത്. As mentioned earlier, vaccines vary in their ability to prevent infection completely. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാക്സിൻസ് വേരി ഇൻ ദെയർ എബിലിറ്റി ടു പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ കംപ്ലീറ്റ്ലി. വാക്സിൻസിൻ്റെ എബിലിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള അതിൻ്റെ എബിലിറ്റി എന്ന് പറഞ്ഞാൽ വേരി ചെയ്തുകൊണ്ടിരിക്കും. പെർട്ടിക്കുലർലി വിത്ത് ദ പാസിംഗ് ഓഫ് ടൈം, പ്രത്യേകിച്ചും അത് ടൈം പോകുന്നതനുസരിച്ച്. അതായത് ഇപ്പോൾ 1 വർഷം മുന്നേ ഒരു വാക്സിൻ എടുത്ത ആൾക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കത്തില്ല കഴിഞ്ഞ മാസം എടുത്ത ഒരു വ്യക്തിക്ക് കിട്ടുന്നത്. അത് രണ്ടും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാവും, അല്ലേ? അതാണ് പറഞ്ഞത്. അതിൻ്റെ എബിലിറ്റി എന്ന് പറഞ്ഞാൽ ടൈം പോകുന്നതനുസരിച്ച് അത് വ്യത്യാസം വരും എന്നാണ്. മെനി വാക്സിൻസ് റിക്വയർ സെവറൽ ബൂസ്റ്റർ ഡോസസ് ഫോർ ദിസ് റീസൺ. ഈ ഒരു കാരണത്താൽ പല വാക്സിനും ബൂസ്റ്റർ ഡോസ് വേണ്ടി വരുന്നുണ്ട്. When vaccine protection is not guaranteed, the number of people who need to be vaccinated to achieve herd immunity and prevent outbreak is higher. ഇവിടെ പറയുന്നത് എന്താണ്? വാക്സിൻ പ്രൊട്ടക്ഷൻ ഈസ് നോട്ട് ഗ്യാരണ്ടീഡ്. വാക്സിൻ പ്രൊട്ടക്ഷൻ ഗ്യാരണ്ടീഡ് അല്ലാത്തപ്പോൾ ദ നമ്പർ ഓഫ് പീപ്പിൾ ഹൂ നീഡ് ടു ബി വാക്സിനേറ്റഡ് ടു അച്ചീവ്. അപ്പം വാക്സിൻ പ്രൊട്ടക്ഷൻ ഗ്യാരണ്ടീഡ് അല്ലാത്തപ്പോൾ ആ ആൾക്കാരെന്താണ് നീഡ് ടു ബി വാക്സിനേറ്റഡ് ടു അച്ചീവ് ഹേർഡ് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വാക്സിനേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രിവെൻറ്റ് ആൻഡ് ഔട്ട് ബ്രേക്ക് ഈസ് ഹയർ. അടുത്ത സെൻറ്റൻസ് പറയുന്നത്, ചിക്കൻ ബോക്സ് വാക്സിൻ ഈസ് വൺ സച്ച് എക്സാമ്പിൾ. അത്തരത്തിലുള്ള ഒരു വാക്സിനാണ് ചിക്കൻ ബോക്സ് വാക്സിൻ എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻസ് ക്യാൻ ഒക്കർ ഇൻ പീപ്പിൾ ഹൂ ഹാവ് ബീൻ വാക്സിനേറ്റഡ്. അതായത് വാക്സിനേറ്റഡ് ആയ ആൾക്കാർക്കും ചിക്കൻ ബോക്സ് ഇൻഫെക്ഷൻ ഉണ്ടാവാം. ഹൗവർ സച്ച് കേസസ് ആർ ടിപ്പിക്കലി ലെസ് സിവിയർ ദാൻ ഇൻ അൺഇമ്മ്യൂണൈസ്ഡ് ചിൽഡ്രൻ. അതായത് വാക്സിനേറ്റഡ് ആയ ഒരു ചിക്കൻ ബോക്സിൻ്റെ വാക്സിനേഷൻ എടുത്ത ഒരു വ്യക്തിക്കും ചിക്കൻ ബോക്സ് വരാം. എന്നിരുന്നാലും എന്താണ് ഇതിൻ്റെ സിവിയറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അൺഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രനേക്കാൾ കുറവായിരിക്കും.
ഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സിംറ്റംസും അതിൻ്റെ സിവിയറിറ്റി എന്നൊക്കെ പറയുന്നത് അൺഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ള ഒരു ചിൽഡ്രനേക്കാൾ കുറവായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. വിത്ത് ഫ്യൂവർ സ്പോട്സ് ആൻഡ് മൈൽഡർ സിംറ്റം കോഴ്സ്. അപ്പം അവിടെ പറയുന്നത് അവർക്ക് അവരുടെ ആ സ്പോട്ടും റാഷ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും സിംറ്റംസ് എല്ലാം മൈൽഡർ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇത്രയാണ് നമ്മുടെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ആൻസർ ഓപ്ഷനിലോട്ട് നോക്കാം. എ ഓപ്ഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ പോക്സ് വാക്സിൻ ഈസ് ഹൈലി അൺറിലയബിൾ. ഇവിടെ ചിക്കൻ പോക്സ് വാക്സിൻ അൺറിലയബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അവിടെ പറഞ്ഞിട്ടില്ല അല്ലേ. ചിക്കൻ പോക്സ് വാക്സിൻ എടുക്കുന്നവർക്ക് ചിക്കൻ പോക്സ് ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് അൺറിലയബിൾ ആണെന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് നമുക്ക് അൺറിലയബിൾ ആണെന്ന് പറയാൻ പറ്റാത്തത്? അത് അൺഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ളവരെക്കാൾ സിവിയറിറ്റി കുറവാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് അത് അൺറിലയബിൾ ആണെന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ. ഹൈലി അൺറിലയബിൾ എന്നാണ് നമ്മുടെ ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബി ഓപ്ഷൻ പറയുന്നത് എന്താണ്? ചിക്കൻ പോക്സ് ഈസ് മോർ കണ്ടേജിയസ് ദാൻ ദ ഫ്ലൂ. അതല്ലേ കറക്റ്റ്. നമ്മളോട് പറഞ്ഞത് എന്താണ്? ഫ്ലൂ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ഹാഫ് ഓഫ് ദ പോപ്പുലേഷന് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ട്രാക്കിൽ വെച്ച് തന്നെ ഔട്ട് ബ്രേക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. അതേസമയം നേരെ മറിച്ചു ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ ഒരു 10 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ 9 പേർക്കും നമ്മൾ വാക്സിൻ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ചിക്കൻ പോക്സിൻ്റെ ഔട്ട് ബ്രേക്ക് കുറയ്ക്കാൻ പറ്റൂ. ഇങ്ങനെ പറയുമ്പോൾ എന്താണ് അവിടെ ഇൻഡയറക്റ്റായിട്ട് പറയുന്നത്? പറയാതെ പറയുന്ന കാര്യം എന്താണ്? ചിക്കൻ പോക്സ് ഈസ് ഹൈലി കണ്ടേജിയസ് ദാൻ ദ ഫ്ലൂ. ഇപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി സി ഓപ്ഷൻ എന്താണ് പറയുന്നത്? ബൂസ്റ്റർ വാക്സിൻ ഷുഡ് ബി ഗീവൺ ഇൻ സ്കൂൾസ്. സ്കൂളിൽ ബൂസ്റ്റർ വാക്സിൻ കൊടുക്കണമെന്നും എല്ലാം പറയുന്നുണ്ടോ? സ്കൂളിൻ്റെ കാര്യമേ നമ്മുടെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് സി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഡി എന്ന് പറയുമ്പോൾ ഔട്ട് ബ്രേക്സ് ഓഫ് ചിക്കൻ പോക്സ് ആർ ഓൺ ദ റൈസ്. ഔട്ട് ബ്രേക്ക് ഓൺ ദ റൈസ് ആണെന്നെങ്ങും പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പം ഇത് ചിക്കൻ പോക്സ് കണ്ടേജിയസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ അതിൻ്റെ ഔട്ട് ബ്രേക്സ് ഓൺ ദ റൈസ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ഡി ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇംപ്ലൈഡ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറിലോട്ട് എത്തുന്നത്. റൈറ്റർ അവിടെ പറയാതെ പറയുന്നുണ്ടാവും, നമ്മൾ അതിൽ നിന്നും കൺക്ലൂഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതെന്ന് പറയുമ്പോൾ റീഡിങ് എബിലിറ്റി നമ്മൾ കുറച്ച് കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ആ ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഡയറക്റ്റായിട്ടുള്ള ഒരു വേയിൽ നമ്മുടെ പാസേജിൽ തന്നിട്ടില്ലാത്തതുകൊണ്ട് ഇതിനെ കൺക്ലൂഡ് ചെയ്തെടുക്കുമ്പോൾ, അതായത് റൈറ്ററുടെ വേയിൽ അതിനെ ഇൻഡയറക്റ്റായിട്ട് പറയുമ്പോൾ ഇൻഫർ ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ റീഡ് ചെയ്ത് ഒരുപാട് പാസേജുകൾ റീഡ് ചെയ്ത് വരുമ്പോൾ നമുക്കിത് എങ്ങനെയാണ് അതിലോട്ട് എത്തിയതെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനുള്ള ഏറ്റവും വലിയ ട്രിക്ക് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസാണ്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ റീഡർ ക്യാൻ ഇൻഫർ ഫ്രം ദ സെക്കൻഡ് പാരഗ്രാഫ് ദാറ്റ്. ഇവിടെ കണ്ടോ, റീഡർ ക്യാൻ ഇൻഫർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇൻഫറും ഇംപ്ലൈയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞപ്പോൾ പറഞ്ഞു ഇംപ്ലൈ ചെയ്യുന്നത് റൈറ്ററും ഇൻഫർ ചെയ്യുന്നത് റീഡറുമാണെന്ന്. അപ്പോൾ റീഡറാണ് അത് കൺക്ലൂഡ് ചെയ്തെടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ദ റീഡർ ക്യാൻ ഇൻഫർ ഫ്രം ദ സെക്കൻഡ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫിൽ നിന്ന് എന്താണ് റീഡർ കൺക്ലൂഡ് ചെയ്തെടുക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഇവിടെ നമ്മുടെ സ്റ്റാർട്ടിങ് ഒരു ബട്ട് എന്ന ഒരു കോൺട്രാസ്റ്റ് വെച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് കൂടെ ഒന്ന് വായിച്ച് നോക്കാം അല്ലേ. എന്താണ് അവർ ഫസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇത് നമ്മളൊരു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ബുദ്ധിമുട്ടില്ല, കാരണം നമ്മൾ ഫസ്റ്റ് വായിച്ചിട്ടാണ് സെക്കൻഡിലോട്ട് വരുന്നത്. ഇതിപ്പോൾ ഞാനിങ്ങനെ പല മെറ്റീരിയലിൽ നിന്ന് ക്വസ്റ്റ്യൻ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സെക്കൻഡ് പാരഗ്രാഫിലോട്ട് ഡയറക്റ്റ് പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വലിയൊരു ധാരണയില്ല. അതുകൊണ്ടാണ് ഞാനിതിവിടെ നോക്കുന്നത്. സാധാരണ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് പ്രീവിയസ് പാരഗ്രാഫിലോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഫസ്റ്റ് വായിച്ചിട്ടാണ് നമ്മൾ സെക്കൻഡിലോട്ട് വരുന്നത്. ഇവിടെ പാരഗ്രാഫ് 1 എന്ന് പറയുന്നത് എന്താണ്? ആഫ്റ്റർ എ 4-week കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് വിത്ത് എ പ്രോട്ടീൻ കോൾഡ് ഓപ്പ് ദ ഫാസ്റ്റ് സിംപ്ലി ഫോൾസ് ഓഫ് ലിവിങ് വാസ്റ്റ്ലി ഓവർനൈറ്റ് മൈ സ്ലിം ആക്റ്റീവ് ആൻഡ് സെൻസിബിൾ ഈറ്റേഴ്സ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു 4-week കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് വിത്ത്
പ്രോട്ടീൻ കോൾഡ് ഓബ് എന്ന ഒരു പ്രോട്ടീൻ വെച്ചിട്ട് ഒരു 4 വീക്ക് കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് നടത്തി. അതിനുശേഷം ദ ഫാറ്റ് സിംപ്ലി ഫോൾസ് ഓഫ്. അപ്പോൾ അവിടെ പറയുന്നത് ഫാറ്റ് പെട്ടെന്ന് ഇല്ലാതാവുന്നതായിട്ട് കണ്ടു. ലിവിങ് വാസ്ലി ഓവർ വെയ്റ്റ് മൈസ് സ്ലിം. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്താണ്, ഓവർ വെയ്റ്റ് ആയിട്ടുള്ള മൈസ് എല്ലാം സ്ലിം ആവുന്നു. അതുപോലെ തന്നെ അവർ ആക്റ്റീവ് ആൻഡ് സെൻസിബിൾ ഈറ്റേഴ്സായിട്ട് മാറുന്നു. ഈ പ്രോട്ടീൻ കൊടുത്തപ്പോൾ മൈസിൽ നടത്തിയൊരു എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യമാണ്, 4 വീക്ക് കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് നടത്തിയതിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒരു കുറച്ച് മൈസിൽ അവർ ഒരു 4 വീക്ക് കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ ഒരു ഓബ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് അവർ ട്രീറ്റ്മെൻറ്റായിട്ട് കൊടുത്തത്. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മൈസ് എല്ലാം പെട്ടെന്ന് സ്ലിം ആവുന്നതായിട്ട് കണ്ടു. ഫാറ്റ് സിംപ്ലി ഫോൾസ് ഓഫ്, ലിവിങ് വാസ്ലി ഓവർ വെയ്റ്റ് മൈസ് സ്ലിം. അപ്പോൾ മൈസ് എല്ലാം സ്ലിം ആകുന്ന കണ്ടു. അതുപോലെ തന്നെ അവർ ആക്റ്റീവായി ആൻഡ് സെൻസിബിൾ ഈറ്റേഴ്സായി എന്നാണ് പറഞ്ഞത്. If the protein has the same effect on people, it could be the miracle cure millions have been waiting for. That at least ഈസ് ദ തിയറി. അപ്പോൾ ഇവിടെ ഇവർ പറയുന്നത് എന്താണ്, ഇതേ സെയിം എഫക്റ്റ് പീപ്പിളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഒരു മിറക്കിൾ ക്യൂറാണ്. മില്യൺസ് ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പം ഒരുപാട് ആൾക്കാർ, അതായത് ഓവർ വെയ്റ്റ് കാരണം ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം പീപ്പിളിൽ, ഇപ്പോൾ മൈൽസിലാണ് അവർ ട്രീറ്റ്മെൻറ്റ് നടത്തിയത്, ഇതേ സെയിം എഫക്റ്റ് പീപ്പിളിലുണ്ടായാൽ അതൊരു വലിയ കാര്യമായിരിക്കും എന്നാണ് പറയുന്നത്. It could be the miracle cure millions have been waiting for. That at least is the theory. അതാണ് അവിടെ പറയുന്ന തിയറി. But skeptics want that too little is known about the way the human version of the O protein works to be sure that extra doses would help people lose weight. ഇപ്പോൾ സ്കെപ്റ്റിക്സ് പറയുന്നത് അതിനെക്കുറിച്ച് കൂടുതലൊരു അറിവില്ലാതെ നമുക്ക് ഈ O പ്രോട്ടീൻ വർക്കാവുമെന്ന് പറയാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. Human version of the O protein works to be sure that extra doses would help people to lose weight. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഒരു അറിവില്ലാതെ നമുക്ക് ഈ O പ്രോട്ടീൻ പീപ്പിളിൽ വർക്കാവുമെന്ന് പറയാൻ പാടാണ്. എക്സ്ട്രാ ഡോസ് വേണ്ടി വരും. വുഡ് ഹെൽപ്പ് പീപ്പിൾ ടു ലൂസ് വെയ്റ്റ് എന്നാണ് സ്കെപ്റ്റിക്സ് പറയുന്നത്. ഇനി നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫിലൊന്ന് പോകുന്നു. ബട്ട് വെൻ ദ റിസൾട്ട്സ് ഓഫ് ദ ടെസ്റ്റ് ഫെയർ ലീക്ഡ് ലാസ്റ്റ് വീക്ക്. ഈ റിസൾട്ട് ലീക്ക് ചെയ്തത് എപ്പോഴാണ്? ലാസ്റ്റ് വീക്കിലാണ്. ഈ റിസൾട്ട് ലീക്ക് ചെയ്തപ്പോൾ ആംജൻ, ദ കാലിഫോർണിയ ബയോടെക്നോളജി കമ്പനി, വിച്ച് ഓൺസ് എക്സ്ക്ലൂസീവ് റൈറ്റ് ടു ഡെവലപ്പ് പ്രോഡക്ട്സ് ബേസ്ഡ് ഓൺ ദ O പ്രോട്ടീൻ. ഈ O പ്രോട്ടീനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോഡക്ട്സ് ഉണ്ടാക്കാനുള്ള റൈറ്റുള്ള ഒരു കമ്പനിയാണ് ഈ ആംജൻ എന്ന് പറയുന്ന കാലിഫോർണിയ ബയോടെക്നോളജി കമ്പനി. അവർ പറയുന്നത് പ്രോഡക്ട്സ് ബേസ്ഡ് ഓൺ ദ പ്രോട്ടീൻ സാ ആൻ ഓവർനൈറ്റ് ജമ്പ് ഇൻ ഇറ്റ്സ് ഷെയർ പ്രൈസ്. ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നത് സോ ആൻ ഓവർനൈറ്റ് ജമ്പ് ഇൻ ഇറ്റ്സ് ഷെയർ പ്രൈസ്. ഇതിൻ്റെ ഷെയർ പ്രൈസിൽ ഒരു ഓവർനൈറ്റ് ജമ്പ് കാണാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ പാരഗ്രാഫിൽ പറയുന്നത്. ഇനി നമുക്ക് ആൻസർ ഓപ്ഷൻ നോക്കാം. ഇവിടെ നമ്മളോട് ചോദിച്ചത് റീഡർ ക്യാൻ ഇൻഫർ ഫ്രം ദ സെക്കൻഡ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫിൽ നിന്ന് റീഡർ എന്താണ് ഇൻഫർ ചെയ്യുന്നത്? ദ പബ്ലിക് ഈസ് സ്കെപ്റ്റിക്കൽ അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് ഡെവലപ്പിംഗ് എ സയൻറ്റിഫിക് സ്ലിമിംഗ് മെത്തേഡ്. അവിടെ പബ്ലിക് ഈസ് സ്കെപ്റ്റിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരായിരുന്നു അവിടെ? സ്കെപ്റ്റിക്സ് ആണോ? സ്കെപ്റ്റിക്സ് വാണ്ട് ദാറ്റ് ടു ലിറ്റിൽ. അപ്പോൾ സ്കെപ്റ്റിക്സ് ആണ് അവിടെ ഇത് പീപ്പിളിന് എക്സ്ട്രാ ഡോസ് വേണ്ടി വരുമോ എന്നൊക്കെയുള്ള കാര്യം അവിടെ പറഞ്ഞത് അല്ലേ. പബ്ലിക് സ്കെപ്റ്റിക്കലാണ് എന്നവിടെ പറഞ്ഞിട്ടില്ല. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബി പറയുന്നത് ദ കാലിഫോർണിയൻ കമ്പനി ആംജൻ ഈസ് ഈഗർ ടു ഷെയർ ഇറ്റ്സ് ന്യൂ ഫൗണ്ട് ടെക്നിക്കൽ നോളേജ് ഷെയർ ചെയ്യാൻ അവർ ഈഗറാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലേ. നമുക്ക് ആൻസർ ഓപ്ഷൻ ബിയും എലിമിനേറ്റ് ചെയ്യാം. അവിടെ പറഞ്ഞത് എന്തായിരുന്നു? അവിടെ പറഞ്ഞതെന്ന് പറയുമ്പം നമ്മുടെ കാലിഫോർണിയ ബയോടെക്നോളജി കമ്പനി വിച്ച് ഓൺസ് എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ടു ഡെവലപ്പ് പ്രോഡക്ട്സ് ബേസ്ഡ് ഓൺ ദ പ്രോട്ടീൻസ് ആൻഡ് ഓവർനൈറ്റ് ജമ്പ് ഇൻ ഇസ് ഷെയർ പ്രൈസ്. അവരുടെ ഷെയർ പ്രൈസിൽ ഒരു ഓവർനൈറ്റ് ജമ്പ് കണ്ടു എന്ന് പറഞ്ഞത്, അല്ലാതെ ടെക്നിക്കൽ നോളേജിലല്ല. സി പറയുന്നത് സെവറൽ കമ്പനീസ് വിൽ ബി ഏബിൾ ടു ഡെവലപ്പ് പ്രോഡക്ട്സ് ബേസ്ഡ് ഓൺ ദ റിസൾട്ട്സ് ഓഫ് ദ റിസർച്ച്. സെവറൽ കമ്പനീസ് വിൽ ബി ഏബിൾ ടു ഡെവലപ്പ്. സെവറൽ കമ്പനീസിന് ഈ O പ്രോട്ടീനെ ബേസ് ചെയ്ത് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും എന്നാണോ പറയുന്നത്?
ഓൺ ദ റിസൾട്ട്സ് ഓഫ് ദ റിസർച്ചിൻ്റെ റിസൾട്ടും പ്രകാരം പല കമ്പനികൾക്കും ഈ ഓ പ്രോട്ടീൻ്റെ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ കഴിയും എന്നാണോ? അങ്ങനെയല്ല നമ്മുടെ പാരഗ്രാഫിൽ പറഞ്ഞത്. ഡി പറയുന്നത് മെനി പീപ്പിൾ ആർ കോൺഫിഡൻറ്റ് ദാറ്റ് എ പ്രോഡക്റ്റ് വിച്ച് ഗ്യാരണ്ടീസ് വെയ്റ്റ് ലോസ് വിൽ സെൽ വെരി വെൽ. അതല്ലേ അവിടെ പറയുന്നത്. മെനി പീപ്പിൾ ആർ കോൺഫിഡൻറ്റ് ദാറ്റ് എ പ്രോഡക്റ്റ് വിച്ച് ഗ്യാരണ്ടീസ് വെയ്റ്റ് ലോസ് വിൽ സെൽ വെരി വെൽ. അതായത് ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവിടെ ആ ഷെയർ പ്രൈസിൽ ഒരു ഓവർനൈറ്റ് ജമ്പാണെന്നാണ് പറഞ്ഞത്. ഓവർനൈറ്റ് ജമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ രാത്രി കൊണ്ട് അതൊരു ഭയങ്കര ഒരു മാർക്കറ്റ് വാല്യൂ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഷെയർ പ്രൈസ് കൂടുക എന്ന് പറയുമ്പോൾ പീപ്പിൾ ഇൻട്രസ്റ്റഡ് ആകുമ്പോഴാണ് ഷെയർ പ്രൈസ് കൂടുന്നത് അല്ലേ. ഒരു ഷെയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് വാല്യൂ അല്ല. ഒരു എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിന് അവിടെ ഫിക്സഡ് വാല്യൂ ആയിരിക്കത്തില്ല. അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ആവശ്യകത, അതിൻ്റെ ആ ഒരു ഡിമാൻഡ് അനുസരിച്ചാണ് അതിൻ്റെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു എല്ലാവർക്കും ഇതിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ, അതായത് പീപ്പിൾ ഇൻട്രസ്റ്റഡ് ആകുമ്പോൾ എല്ലാവർക്കും ഇത് വേണം എന്നുള്ളൊരു കാര്യം വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഷെയർ പ്രൈസ് കൂടുന്നു. അപ്പം ഇങ്ങനെ ഒരു കാര്യം ആണ് അവിടെ പറഞ്ഞത്. ഓവർനൈറ്റ് ജമ്പിങ് ഈസ് ഷെയർ പ്രൈസ് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ആൻസറിലോട്ട് വരുമ്പോഴത്തേക്ക് ആൻസർ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റായിട്ട് വരുന്നത്. മെനി പീപ്പിൾ ആർ കോൺഫിഡൻറ്റ് ദാറ്റ് പ്രോഡക്റ്റ് വിച്ച് ഗ്യാരണ്ടി വെയ്റ്റ് ലോസ് വിൽ സെൽ വെരി വെൽ. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇൻ ദ 6th പാരഗ്രാഫ് ദ ഓതർ ഇംപ്ലൈസ് ദാറ്റ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഓതർ ഇംപ്ലൈസ് ദാറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് ഇംപ്ലൈസ് എന്നും എന്താണ് ഇൻഫർ എന്നും. ഓതർ ചെയ്യുന്നത് ഇംപ്ലൈയും റീഡർ ചെയ്യുന്നത് ഇൻഫറുമാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു. ഇൻ ദ 6th പാരഗ്രാഫ് ദ ഓതർ ഇംപ്ലൈസ് ദാറ്റ്. 6th പാരഗ്രാഫിൽ എന്താണ് ഓതർ ഇംപ്ലൈ ചെയ്യുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ 6th പാരഗ്രാഫിലോട്ട് പോകുന്നു. അപ്പാർട്ട് ഫ്രം ദ ജിയോഗ്രഫിക്കൽ ഡിഫറൻസസ് സർട്ടൺ സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്സ് മേ ഓൾസോ റിസൾട്ട് ഇൻ ഓൾട്രേഷൻസ് ബീയിങ് മെയ്ഡ് ടു സ്കോപ്പ് ഓഫ് പ്രാക്ടീസ്. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്, ജിയോഗ്രഫിക്കൽ ഡിഫറൻസസ് കൂടാതെ ചില സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഈവൻറ്റ്സും റിസൾട്ട് ഇൻ ദ ഓൾട്രേഷൻസ് ബീയിങ് മെയ്ഡ് ടു ദ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ്. സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൽ ചില സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഓൾട്രേഷൻസ് വരുത്തിയെന്നാണ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, അതിന് എക്സാമ്പിൾ പറയുകയാണ്. ഡ്യൂറിങ് ദ 2009 H1N1 ഇൻഫ്ലുവൻസ പാൻഡമിക് എ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എക്സ്പാൻഡഡ് ദ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് ഫോർ എ നമ്പർ ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ക്ലിനിഷ്യൻസ് എലിജിബിൾ ടു പ്രൊവൈഡ് വാക്സിനേഷൻസ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു 2009 H1 ഇൻഫ്ലുവൻസയുടെ പാൻഡമിക് ഉണ്ടായി. ആ ടൈമിൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് അവരുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് എക്സ്പാൻഡ് ചെയ്തു. എന്ന് വെച്ചാൽ ഫോർ നമ്പർ ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷൻ ഇൻ ഓർഡർ ടു ഇൻക്രീസസ് ദ നമ്പർ ഓഫ് ക്ലിനിഷ്യൻസ് ടു എലിജിബിൾ ടു പ്രൊവൈഡ് വാക്സിനേഷൻ. അതായത് ക്ലിനിഷ്യൻസിൻ്റെ എണ്ണം കൂട്ടി. എന്തിനു വേണ്ടിയിട്ട്? വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിനിഷ്യൻസിൻ്റെ എണ്ണം കൂട്ടി. എലിജിബിൾ ആയിട്ടുള്ള ക്ലിനിഷ്യൻസ് എലിജിബിൾ ടു പ്രൊവൈഡ് വാക്സിനേഷൻ കൊടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ള ക്ലിനിഷ്യൻസിൻ്റെ എണ്ണം കൂട്ടി. ദിസ് വാസ് ടെമ്പററി മെഷർ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി മെഷർ ആയിരുന്നു. അതായത് ഒരു പാൻഡമിക് 2009 ഒരു പാൻഡമിക് വന്നു. ആ ടൈമിൽ ആയിരുന്നു ഈ ഓൾട്രേഷൻസ് വരുത്തിയത്. എന്തിനു വേണ്ടിയിട്ട്? വാക്സിനേഷൻ കൊടുക്കാനുള്ള ക്ലിനിഷ്യൻ്റെ എണ്ണം കൂട്ടി. ആ ഒരു പാൻഡമിക്കിനെ അവർ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ടെമ്പററി മെഷറായിരുന്നു. ആ ക്ലിനിഷ്യൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളത് ഒരു ടെമ്പററി മെഷറായിരുന്നു. ദാറ്റ് ലാസ്റ്റഡ് ഫോർ ദ ഡ്യൂറേഷൻ ഓഫ് ദ എമർജൻസി. ആ ഒരു എമർജൻസിയിലേക്ക് മാത്രമായിട്ടായിരുന്നു അവരത് ചെയ്തത്. ആൻഡ് വാസ് ലീഗലി പെർമിറ്റഡ്. ഇതെന്ന് പറഞ്ഞാൽ ലീഗലി പെർമിറ്റ് ചെയ്ത ഒരു കാര്യവുമായിരുന്നു. അതർ സ്റ്റേറ്റ്സ് ഡിഡ് നോട്ട് എംപ്ലോയ് ദീസ് മെഷേഴ്സ്. എന്നാൽ അതർ സ്റ്റേറ്റ്സ് ഒന്നും ഈ ഒരു മെഷർ, അതായത് ക്ലിനിഷ്യൻസിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളൊരു കാര്യം അവിടെ അവർ ചെയ്തില്ല. പ്രൈമർലി ബിക്കോസ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ദ കപ്പാസിറ്റി ഓഫ് ദ ക്ലിനിഷ്യൻസ് ടു വാക്സിനേറ്റ് ദ പബ്ലിക് ഇൻ ദീസ് ഏരിയാസ് വേഴ്സ് സഫിഷ്യൻറ്റ്. അതായത് മറ്റുള്ള ഏരിയയിൽ അത് കൂട്ടാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ക്ലിനിഷ്യൻസിൻ്റെ എണ്ണം സഫിഷ്യൻ്റ് ആയിരുന്നു. അപ്പം സഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്ലിനിഷ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ആൻസർ ഓപ്ഷൻസ് നോക്കാം. സം സ്റ്റേറ്റ്സ് ആൻഡ് provinces were better equipped to prevent the spread of H1 influenza in 2009 than others. അപ്പോൾ അവിടെ പറയുന്നത് സം സ്റ്റേറ്റ്സ് ആൻഡ് പ്രൊവിൻസസ് വെയർ ബെറ്റർ എക്യുപ്പേഡ് ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് H1N1 ഇൻഫ്ലുവൻസ ഇൻ 2009 ദാൻ അതേഴ്സ്. അങ്ങനെയാണ് നമ്മുടെ
എ ഓപ്ഷൻ പറഞ്ഞത് some states and provinces were better equipped to prevent spread of H1 influenza in 2009 than others. അതല്ലേ ശരി? മറ്റുള്ള സ്റ്റേറ്റ്സിൽ അവർക്ക് ആവശ്യത്തിനുള്ള ക്ലിനിഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരതുകൊണ്ട് അവരുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൽ മാറ്റം വരുത്തിയില്ല. അതാണ് അവിടെ അവർ ഇൻഡയറക്റ്റായിട്ട് പറയുന്ന കാര്യം അല്ലേ. സം സ്റ്റേറ്റ്സ് ആൻഡ് പ്രൊവിൻസസ് വെയർ ബെറ്റർ എക്യുപ്പേർഡ് ടു പ്രിവെൻറ്റ്. അങ്ങനെ അവരെ കൂട്ടാത്തതിന് കാരണം എന്താണ്? അവർ ഓൾറെഡി ആ ഒരു പാൻഡമിക്കിനെ നേരിടാൻ അവർ ഓൾറെഡി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. അവർക്ക് എല്ലാ കാര്യങ്ങളും അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവർ സെറ്റിൽഡ് ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ് അവരുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് അവർ കൂട്ടാഞ്ഞത്. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ എന്ന് പറയുന്നത് some states and provinces were better equipped to prevent the spread of H1 influenza in 2009 than others. മറ്റുള്ള കൺട്രീസിൽ ഇതിനുള്ള ഒരു ബെറ്റർ എക്യുപ്പേർഡ് ആയിരുന്നു. അതുകൊണ്ട് അവർ ആ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് കൂട്ടിയില്ല. ബി ഓപ്ഷൻ പറയുന്നത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഷുഡ് ഹാവ് ദെയർ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് എക്സ്റ്റെൻഡഡ് പെർമനൻ്റ്ലി ടു പ്രൊവൈഡ് വാക്സിനേഷൻസ് ഇൻ കേസ് ഓഫ് അനദർ ഇൻഫ്ലുവൻസ പാൻഡമിക്. അവരവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ, അത് ടെമ്പററി ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെമ്പററി മെഷേഴ്സ് ആ ഒരു പാൻഡമിക്കിൻ്റെ ടൈമിലേക്കായിരുന്നു എന്ന് അവിടെ നമ്മൾ വായിച്ചതായിരുന്നു അല്ലേ. അപ്പം നമുക്ക് ബി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി സി ഓപ്ഷൻ പറഞ്ഞാൽ ദെയർ വാസ് എ നീ-ജെർക്ക് റിയാക്ഷൻ ഇൻ സം സ്റ്റേറ്റ്സ് ടു കണ്ടെയ്ൻ ദ സ്പ്രെഡ് ഓഫ് H1N1 ഇൻഫ്ലുവൻസ in 2009 by expanding their capacity to deliver vaccination. ഒരു നീ-ജെർക്ക് റിയാക്ഷൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ബൈ സം സ്റ്റേറ്റ്സ് ടു കണ്ടെയ്ൻ ദ സ്പ്രെഡ് ഓഫ് H1N1 ഇൻഫ്ലുവൻസ. അങ്ങനെയൊന്നും നമ്മുടെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് സി എലിമിനേറ്റ് ചെയ്യാം. ഡി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ സം സ്റ്റേറ്റ്സ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഹാവ് ബീൻ അലൗഡ് ടു പ്രൊവൈഡ് വാക്സിനേഷൻ സിൻസ് 2009 ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് പാൻഡമിക് ഇൻഫ്ലുവൻസ. അങ്ങനെയും പറഞ്ഞിട്ടില്ലേ. ലിസ്റ്റ് ഇൻ സം സ്റ്റേറ്റ്സ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഹാവ് ബീൻ അലൗഡ് ടു പ്രൊവൈഡ് വാക്സിൻ 2009 മുതൽ അതുകൊണ്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ അലൗ ചെയ്തു എന്നാണോ പറഞ്ഞത്? അതൊരു ടെമ്പററി മെഷർ ആയിരുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. 2009 മുതൽ അങ്ങ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് അലൗ ചെയ്തു എന്നല്ല, വാക്സിനേഷൻ കൊടുക്കാനുള്ള അവരുടെ ഒരു സ്കോപ്പ് ഓഫ് പ്രാക്ടീസിനെ അലൗ ചെയ്തു എന്നല്ല പറഞ്ഞത്. ഇതൊരു എമർജൻസി ടൈമിൽ ഒരു ടെമ്പററി മെഷറായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഡി ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. സം സ്റ്റേറ്റ്സ് ആൻഡ് പ്രൊവിൻസസ് വെയർ ബെറ്റർ എക്യുപ്പേർഡ് ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് H1N1 ഇൻഫ്ലുവൻസ ഇൻ 2009 ദാൻ ദ അതേഴ്സ്. നിങ്ങൾ ഇനി ഇൻഫർ ഓർ ഇംപ്ലൈ എന്ന ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു.